ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സെറ്റ് ജൂലൈ 2025 പരീക്ഷയുടെ പാറ്റേണിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരീക്ഷാരീതി. സെറ്റ് ജൂലൈ 2025 പരീക്ഷയ്ക്ക് 2 പേപ്പറുകൾ ഉണ്ടായിരിക്കും. പേപ്പർ 1 എല്ലാവർക്കും പൊതുവായിട്ടുള്ളതായിരിക്കും. ഈ പേപ്പറിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. എ പൊതുവിജ്ഞാനം, ബി അധ്യാപന അഭിരുചി. പേപ്പർ 2 ബിരുദാനന്തര ബിരുദതലത്തിൽ പഠിച്ച വിഷയത്തെ ആസ്പദമാക്കിയുള്ളതായിരിക്കും. സെറ്റ് പരീക്ഷയുടെ വിഷയങ്ങൾ. 31 വിഷയങ്ങൾക്ക് സെറ്റ് പേപ്പർ 2 പരീക്ഷ ഉണ്ടായിരിക്കും. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നുള്ള അംഗീകാരവും തുല്യതയും തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതാണ്. പുറത്തുനിന്ന് ബിരുദാനന്തര ബിരുദം നേടിയവർ. പരീക്ഷാ ദൈർഘ്യം. ഓരോ പേപ്പറിനും 120 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരിക്കും. ചോദ്യങ്ങളുടെ എണ്ണവും മാർക്കും. പേപ്പർ 1 ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ പാർട്ട് എയ്ക്കും പാർട്ട് ബിക്കും 60 ചോദ്യങ്ങൾ വീതം ആകെ 120 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പേപ്പർ 2 കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴികെയുള്ള വിഷയങ്ങൾക്ക് 1 ചോദ്യത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ 120 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കണക്കിനും സ്റ്റാറ്റിസ്റ്റിക്സിനും 1.5 മാർക്ക് വീതമുള്ള 80 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1 ചോദ്യത്തിന് 1 പ്രതികരണം മാത്രം കറുപ്പിക്കുക എന്ന പ്രകാരത്തിലുള്ള ഒബ്ജക്റ്റീവ് സ്വഭാവമുള്ള പരീക്ഷയായിരിക്കും ഇരു പേപ്പറിനും ഉണ്ടാവുക. 1 ചോദ്യത്തിന് എ, ബി, സി, ഡി എന്നിങ്ങനെ 4 പ്രതികരണ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഇവയിൽ ഒരെണ്ണം ഏറ്റവും അനുയോജ്യമായിരിക്കും. ഏറ്റവും ശരിയെന്ന് പരീക്ഷാർത്ഥിക്ക് തോന്നുന്നതിൻ്റെ പ്രതികരണ കുമിള മാത്രം OMR ഷീറ്റിൽ കറുപ്പിക്കുക. കണക്കിനും സ്റ്റാറ്റിസ്റ്റിക്സിനും ഒഴികെയുള്ള വിഷയങ്ങൾക്ക് ഇരു പേപ്പറിനും 1 ശരി ഉത്തരത്തിന് 1 മാർക്ക് എന്ന രീതിയായിരിക്കും. എന്നാൽ കണക്കിനും സ്റ്റാറ്റിസ്റ്റിക്സിനും പേപ്പർ 2 1 ശരി ഉത്തരത്തിന് 1.5 മാർക്കായിരിക്കും നൽകുക. 1 ചോദ്യത്തിന് 1-ൽ കൂടുതൽ ഉത്തരങ്ങൾ കറുപ്പിക്കുന്നത് തെറ്റായി പരിഗണിക്കപ്പെടും. തെറ്റായ ഉത്തരങ്ങൾക്ക് മാർക്ക് കുറയ്ക്കുന്നതല്ല, അതായത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുകയില്ല. കുറിപ്പ്. OMR ഷീറ്റ് അടയാളപ്പെടുത്തുന്നതിൻ്റെ വിശദമായ നിർദ്ദേശങ്ങൾ പ്രത്യേകമായി പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. പ്രോസ്പെക്ടസിൻ്റെ 10-11 പേജുകൾ കാണുക. വിജയിക്കാൻ ആവശ്യമായ നിബന്ധനകൾ. സെറ്റ് പരീക്ഷ വിജയിക്കുവാൻ ഒരു പരീക്ഷാർത്ഥിക്ക് ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ശതമാനം മാർക്ക്. ജനറൽ വിഭാഗം പേപ്പർ 1 40, പേപ്പർ 2 40, ആകെ 48. OBC പേപ്പർ 1 35, പേപ്പർ 2 35, ആകെ 45. ഡിഫറൻ്റ്ലി ഏബിൾഡ് SC ST പേപ്പർ 1 35, പേപ്പർ 2 35, ആകെ 40. OBC SC ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാർക്ക് ഇളവ് ലഭിക്കുന്നതിന് കേരള സർക്കാരിൻ്റെ റവന്യൂ അധികാരികളിൽ നിന്നും ലഭിക്കുന്ന നോൺ ക്രീമിലെയർ ജാതി, വിഭാഗം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. വിജയശതമാനം താഴെ കാണുന്ന വിധം കണക്കാക്കാവുന്നതാണ്. പേപ്പർ 1ൻ്റെ മാർക്ക് പ്ലസ് പേപ്പർ 2ൻ്റെ മാർക്ക് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ആകെ മാർക്ക്. പേപ്പർ 1 പ്ലസ് പേപ്പർ 2. 0.2 അക്കം വരെ റൗണ്ട് ചെയ്താണ് ആകെ ശതമാനം മാർക്ക് കണക്കാക്കുക. ഓരോ പേപ്പറിനും പ്രത്യേകമായി വിജയശതമാനം കണക്കാക്കുമ്പോൾ ദശാംശത്തിനു ശേഷമുള്ള അക്കങ്ങൾ റൗണ്ട് ചെയ്യുന്നതല്ല. തൊഴിൽ വാർത്തകൾ. എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.